നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടി അവളൊന്ന് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഫീഡിങ് ചെയർ വാങ്ങിച്ചു. ആ ഫീഡിങ് ചെയറിൽ അധികം കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിനൊരു സിംഗിൾ ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആശാത്തി കുറച്ചുകൂടി ആയപ്പം ആ ഫുഡ് റെസ്റ്റിൽ വെച്ച് കാല് വെച്ച് ചവിട്ടി ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിപ്പൊങ്ങി അവിടെ നിന്ന് ഭയങ്കര പരിപാടികളൊക്കെ തുടങ്ങി. അപ്പം അതൊട്ടും സേഫ് അല്ലാത്തത് കൊണ്ട് ഞാൻ പുതിയൊരു ഫീഡിങ് ചെയർ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇത് ബേബി ഹഗിൻ്റെ ഫീഡിങ് ചെയറാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പിൽ പോയി നോക്കിയിരുന്നു. ഞങ്ങൾ കോട്ടയമാണ് താമസിക്കുന്നത്. കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പുണ്ട്. അവിടെ ചെന്ന് നോക്കിയിരുന്നു. അപ്പോൾ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. അപ്പം ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഫസ്റ്റ് ക്രൈയുടെ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും സെയിം പ്രൊഡക്റ്റ് നല്ലൊരു ഓഫറിൽ എനിക്ക് നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ അങ്ങ് ഓർഡർ ആക്കിയതാണ്. അപ്പം നമുക്ക് ഫീഡിങ് ചെയർ വന്നു. ഫീഡിങ് ചെയർ അതിയുടെ അച്ഛൻ എല്ലാം സെറ്റ് ആക്കുവാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇത് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീഡിയോ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. അത് നോക്കി നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ എളുപ്പമാണ് നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുതിയ ഫീഡിങ് ചെയർ എല്ലാം അതിയുടെ അച്ഛൻ എനിക്ക് സെറ്റാക്കി തന്നേക്കുവാണ്. അവളെ ഇനി അവത്തിൽ ഇരുത്തി നോക്കുവാണ് കേട്ടോ. പുതിയൊരു സാധനത്തിൽ ഇരുന്നപ്പം അതെല്ലാം 3 സൈഡും നോക്കുവാണ് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സേഫ്റ്റി, അതായത് ഇതിൻ്റെ ഈ ലോക്കിങ് ഇത് തന്നെയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മൾക്ക് 2 കൈയുടെ അവിടുന്നും അതുപോലെ തന്നെ താഴെ നിന്നും അങ്ങനെ 3 സൈഡിൽ നിന്ന് നമുക്കിവിടെ ലോക്ക് ചെയ്യാം. അപ്പം ആദ്യത്തെ ആ ഫീഡിങ് ചെയറിൽ കാണിച്ചതുപോലെ ഇവൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും, അതായത് ഇവളുടെ കുരുത്തക്കേടുകളൊന്നും നമുക്കിതിൽ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഞാൻ ആ 2 സൈഡും ഇത് കണ്ടോ അങ്ങനെ അങ്ങ് ലോക്കിട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ സെക്യൂറാണ്. പിന്നെ നമുക്ക് ഇവരുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഈ സൈഡ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം അതുണ്ട്. അപ്പം ഞാൻ അതിനെ ജസ്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇപ്പം അവൾ നല്ല സേഫാണ്, കംഫർട്ടാണ്. എനിക്ക് ഇവളെ ഇതിൽ കുറച്ച് നേരം ഇരുത്തിയിട്ട് എന്തെങ്കിലും അടുക്കളയിൽ എൻ്റെ അടുത്തൊന്ന് ഇരുത്തിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അവൾക്ക് നല്ല രീതിയിൽ എനിക്ക് ഇവത്തിൽ ഇരുത്തി ഫുഡും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു കാര്യം എല്ലാ അമ്മമാർക്കും ഒരു ഭയങ്കര കാര്യമാണ്. ഇവരിട്ടിട്ട് നമുക്ക് കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി അപകടങ്ങൾ ഒപ്പിച്ചു വെക്കും. അപ്പോൾ ഇവത്തിൽ ഇരുത്തിയിട്ടാകുമ്പോൾ കുഞ്ഞ് സേഫാണ്, നമ്മുടെ അടുത്തിരിക്കും. കളിക്കാൻ എന്തെങ്കിലും സാധനമാണെങ്കിലും അവരെ കൊടുത്തിട്ട് നമുക്ക് എന്താണെങ്കിലും വിശ്വസിച്ച് കുറച്ച് നേരം അടുക്കളയിൽ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു പാത്രമാണെന്നുണ്ടെങ്കിലും കഴുകണമെങ്കിലും ഒക്കെ എളുപ്പമാണ്. അപ്പം ആദ്യം ഞങ്ങൾ നോക്കി ചിരിക്കുകയോ കൈ കൊട്ടുവയ്ക്കുകയോ പുതിയ സാധനം കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ അവളുടെ മുഖത്ത് കാണുന്നത്. ഇതെന്താ സംഭവം അവളെല്ലാം തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആശാത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റേ ഫീഡിങ് ചെയറിൽ കാണിച്ച പോലെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ വെച്ച് കാലിങ്ങനെ കുത്തി പൊങ്ങാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ അവൾക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, നല്ലതായിട്ട് ആ ലോക്ക് വന്നിരിക്കുന്നത് കൊണ്ട് അവൾക്ക് എഴുന്നേക്കാനുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഫുഡ് വെക്കാൻ വേണ്ടിയുള്ള ആ ഒരു ടേബിളും കാര്യങ്ങളുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് റിമൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫറും കൂടി അപ്ലൈ ചെയ്തിട്ട് 3996 റുപ്പീസിന് ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ചപ്പോൾ 4500 സംതിങ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. ഇതിനവർക്ക് ഫുഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ ഫുഡ് റെസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം എന്താണെങ്കിലും നല്ല വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ആദ്യം വാങ്ങിച്ച ഒരു ചെയറാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.